ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. കുറേ നാളായിട്ട് ഞാൻ ഗോഡിനോട് പറയുന്നതാണ് ഷെഫീൽഡ് പാർക്കിലൊന്ന് പോകണമെന്ന്. അവിടെ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഫ്രണ്ട് പറഞ്ഞ് കേട്ടിട്ട് പോകണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം നല്ല സണ്ണി ഡേ ആണ്, ബ്യൂട്ടിഫുൾ വെതർ. ഇപ്പോൾ മൂന്നുപേരും എൻ്റെ നൈറ്റ് ഓഫും കൂടിയാണ്. സോ ഇങ്ങനെയുള്ള അവസരങ്ങളാണ് നമുക്ക് മൂന്നുപേർക്ക് ഒരുമിച്ച് പുറത്തു പോകാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഷെഫീൽഡ് പാർക്ക് വരെ ഒന്ന് പോയിട്ട് വരാം. അവൻ കളിക്കുന്ന അവന്റെ ലോകത്ത് സമ്മറായി കഴിഞ്ഞാൽ UK റോഡുകളുടെ ഭംഗി അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. ഇതുവഴി പോകുമ്പോൾ ഞാൻ എപ്പോഴും ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഈ ബ്രിഡ്ജ് കാണാനാണ്. രണ്ട് മലകൾ തമ്മിലുള്ള ഈ കണക്ഷൻ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ അവരത് പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ വേറൊരു വ്യൂ ആണ് ഈ കാണുന്ന ടണൽ. അതും മലയ്ക്കുള്ളിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ വിചാരിക്കും ഉള്ളിൽ നല്ല ഇരുട്ടായിരിക്കുമെന്ന്. പക്ഷേ അവിടെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് ഒരു കിടിലൻ ആംബിയൻസ് ഉള്ളിൽ. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീല് അത് പറഞ്ഞറിയിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. അത് വന്ന് തന്നെ നേരിട്ട് കണ്ട് തന്നെ അനുഭവിക്കണം. അധികം താമസിയാതെ നമ്മളിപ്പോൾ പുറത്ത് കിടക്കുന്നതായിരിക്കും. ആൻഡ് there we are. ആ പുറത്തുള്ള ഒരു വ്യൂ, ഈ സണ്ണി ഡേയ്സിലെ ഈ UK റോഡ്, ഇറ്റ് ഈസ് അമേസിങ്. യാത്രക്കിടയിലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണല്ലോ ഈ സ്നാക്കിംഗ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് എനിക്ക്. പിന്നെ ഈ കഴിക്കുന്ന സ്നാക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഞാൻ ഈ ട്രിപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതല്ല, നമ്മുടെ ഡാരിയയ്ക്ക് വേണ്ടി മിനി ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ്. പറഞ്ഞിട്ടുണ്ട് കാര്യം, അതിപ്പോൾ കഴിക്കുന്നത് ഞങ്ങളാണെന്നേ ഉള്ളൂ. ഡാരി ഇതൊന്നും അറിയുന്നില്ല, അവൻ്റെ സുഖം ഉറക്കം. ഒരൊറ്റ റോഡ് ട്രിപ്പിൽ തന്നെ നമുക്ക് പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് കിട്ടും. കാടിനിടയിലൂടെയും മലകൾക്കിടയിലൂടെയും അങ്ങനെ പല പല അനുഭവങ്ങൾ. നമ്മളിത് എന്തായാലും എത്താറായി, ഷെഫീൽഡ് പാർക്ക്. ഇവിടെ എത്തുന്നത് ഈ കാടിനിടയിലുള്ള യാത്രയാണ് ഇതിനെ മനോഹരമാക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ തിരക്കി വന്ന സ്ഥലം, ഷെഫീൽഡ് പാർക്ക് ആൻഡ് ഗാർഡൻ. 2 ഡക്കീസിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. ഡക്സും ഈ പാർക്കുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഇനി അറിയില്ല, ചെന്ന് നോക്കാം. നമ്മളിത് എങ്ങോട്ട് പോകും ഈശ്വര? ഡെസ്റ്റിനേഷൻ ഇല്ലാതെ നമ്മളെവിടെയോ പോണേ. വഴിയില്ലാത്ത സ്ഥലത്തോട്ട് ഈ ഗോഡ്വിന്ദാസ് ഞങ്ങളെ കൊണ്ടുപോണേ. ഗോഡ്വിന്ദാസ് ഞങ്ങളെ എവിടെ കൊണ്ടുപോകണം? ലൈനിൽ നിന്ന് മാറി, ഓടിയിൽ നിന്നൊക്കെ മാറി ഏതൊക്കെയോ വഴിയെ കൂടി കൊണ്ടുപോകണം. ആ ഭാഗ്യം കുറേ കാറുകൾ കാണാം ദൂരെ. എന്തുവാ ഇത്? എൻ്റെ പൊന്നടാ, ഇത്ര ആൾക്കാരാ! ഇത് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിട്ടതാണ് കേട്ടോ. ശരിക്കുള്ള കാർ പാർക്കിംഗ് അപ്പുറത്തായിരുന്നു. അവിടെ ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെ നിന്ന് സെക്യൂരിറ്റി ചേട്ടൻ നമ്മളെ ഇങ്ങോട്ട് വിട്ടു. ലൊക്കേഷനിലെത്തി ഗൈസ്. പക്ഷെ ഇവിടെ എന്താണ് കാണേണ്ടതെന്ന് നമുക്കറിയത്തില്ല. ഫുള്ളും ഒരുപാട് പച്ചപ്പ്. പക്ഷെ എല്ലാവരും അങ്ങോട്ട് നടക്കുന്നു, നമ്മളവരുടെ പിറകെ പോകണേ. ഇത് കൊള്ളാം അല്ലേ, സൺലൈറ്റ് അടിക്കുമ്പോൾ കൊള്ളാം. അവിടെയാണ് കാറ് പാർക്ക് ചെയ്തത്. ഇവിടെ വീണ്ടും ഒരു സെറ്റ് പാർക്കിംഗ് ഏരിയ ഉണ്ട്. ആൻഡ് ദെൻ വി ആർ വാക്കിംഗ്. ആൻഡ് ദെർ ഇസ് എൻട്രി. അന്നത് ഈസ്റ്റർ മൺഡേ കേട്ടോ. നമ്മൾ അകത്ത് കയറി ഗൈസ്. നമുക്കൊരു മാപ്പ് തന്നു. പിന്നെന്താ
ഈസ്റ്റർ ബണ്ണി ക്യാപ്പ് നോക്കട്ടെ പക്ഷെ ഡാരി വെക്കുന്നില്ല, ഇതാണ് നഷ്ടം. ഹലോ ഗായ്സ്. ഹലോ ഡാരി ഉറക്കെ എഴുന്നേറ്റ് ഗായ്സ്, പക്ഷെ മൂഡിലല്ല ഗായ്സ്. ഞാൻ തളർന്നു. ഇതുവരെ കണ്ട എല്ലാ ബെഞ്ചിലും ആൾക്കാരും. 10 ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ആസ് പെർ ദ മാപ്പ്. ഇത് ഫിനിഷ് ചെയ്തിട്ട് അവിടെ കൊണ്ട് കൊടുത്താൽ നമുക്ക് അവരൊരു ഗിഫ്റ്റ് തരും. ഡാരിയുടെ മൂഡ് ശരിയായില്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് കോളം ഗായ്സ്. 5 പണക്കാർ 40 കൊണ്ടിങ്ങനെ എടുത്ത് വീശിയിട്ട് കയറിയതാണല്ലേ അണച്ചാക്ക്. അറിഞ്ഞില്ല, ഇത്രയും പേയ്മെൻ്റ് ഉള്ള കാര്യം അറിഞ്ഞില്ല ഗൈസ്. ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പം 40 pounds ഫോർ 2 അഡൾട്ടിനല്ലേ. 40 pounds ഉണ്ടായിരുന്നെങ്കിൽ എത്ര വാഴപ്പഴം വാങ്ങി പുഴുങ്ങി തിന്നായിരുന്നു. അതുകൊണ്ടാണ് വയറിങ്ങനെ ഇരിക്കുന്നത്. ഡാഡി 10 ആക്ടിവിറ്റീസ് ഉണ്ട്, വി നീഡ് ടു ഫിനിഷ് 10 ആക്ടിവിറ്റീസ്. ഇങ്ങനെ ഇരുന്നാൽ ശരിയാവൂല. അതെടുക്ക്. അയ്യോ, ഈ കുഞ്ഞാടിനെ ഇങ്ങനെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇതാണ് ഡാരിയുടെ അനദർ ഫേസ്. ദീസ് ആർ ദ 10 ആക്ടിവിറ്റീസ്. ദീസ് ആർ എന്ന് പറഞ്ഞാൽ ഇതാണ് മാപ്പ്. ഇത് നോക്കി നമ്മൾ പോകണം. എന്നെ ആ പരിസരത്ത് പോലും അടുപ്പിക്കുന്നില്ല ഗൈസ്. ഡാരി എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഷോ ഷാഡ്. ഇവിടെ ഫുള്ള് ഡാഫോഡിൽസിൻ്റെ ഏരിയ ആയിരുന്നു, പക്ഷേ എല്ലാം പോയി കഴിഞ്ഞു. സീസൺ കഴിഞ്ഞു, ഡാഫോഡിൽസിൻ്റെ സീസൺ കഴിഞ്ഞു. അവിടെ ഒരു പോണ്ടുണ്ട്. പിന്നെ ഇത് ഈ കാണുന്ന എന്തോ ഇതാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ആക്ടിവിറ്റി. ഡാരി മനസ്സ് വെക്കണം ഇതെല്ലാം ഒന്ന് കാണണമെങ്കിൽ. ഗോൾഡൻദാസ് ഇത് വെച്ചപ്പോൾ ഡാരിക്ക് ഇത് വെക്കണ്ടാണ്. ഗോൾഡൻദാസ് വെക്കണ്ട, ഡാരിക്കും വെക്കണ്ട, ഗോൾഡൻദാസിനും വെക്കണ്ട. ഗോൾഡൻ അപ്പോൾ ഇത് എൻ്റെ തലയിൽ വെച്ചു. അപ്പോൾ അവനൊരു റിയാക്ഷനും ഇല്ല. തള്ളച്ചിക്ക് എന്തോ ആകാം. എന്നെ തവിട് കൊടുത്ത് വാങ്ങിച്ച രീതിയിലാണ് ഡാരിയുടെ ഇന്നത്തെ ബിഹേവിയർ. ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഡാരി തവിട് കൊടുത്ത് വാങ്ങിച്ച അമ്മയാണ്. തവിട് കൊടുത്ത് വാങ്ങിച്ച പിള്ളേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തവിട് കൊടുത്ത് വാങ്ങിച്ച അമ്മയെ കണ്ടിട്ടുണ്ടോ? നോക്കൂ. You have something to say, Daddy? അയ്യോ, ഞാൻ ഇപ്പോൾ ഇരിക്കാം ഇവിടെ. അപ്പോൾ ഡാരിയുടെ റിയാക്ഷൻ നിങ്ങൾ കാണണേ. അപ്പം മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ തവിട് കൊടുത്ത് വാങ്ങിച്ച അമ്മയെന്ന് പറഞ്ഞത്. ഇത്ര സമയം ഗവൺമെൻറ് ഇരിപ്പുണ്ട്, ഒരു റിയാക്ഷൻ ഇല്ല. കണ്ട, എനിക്ക് നീതി വേണം ഗൈസ്, എനിക്ക് നീതി വേണം. ഐ വാണ്ട് ജസ്റ്റിസ്. ഇപ്പം എന്തോന്ന് പറഞ്ഞു? വേണമെങ്കിൽ ആ മൂലയ്ക്ക് ഇരുന്നു. ഏത് മൂലയ്ക്ക്? ആ ബാഗ് മാറ്റിയിട്ടങ്ങ് ഇരുന്നു. ഇഫ് ഡാരി സമ്മതിച്ചു. ആദിവാസി അടക്കിവാസി. ഇതെല്ലാം ഇപ്പം പറന്നു പോകില്ല. Jayo, shall we go? Come on, let's run. Okay, come on baby. Come on, let's run. Okay, now we will just take over. Good job. There. This is our first location. And the first activity is this. We need to throw the balls through that hole. You want to throw the ball? But Daddy is not in a good mood though. He don't want to play anything. ഇത്രയും ബ്യൂട്ടിഫുള്ളാണ് ഈ പാർക്കെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അടിപൊളിയാണ്, അടിപൊളി.
ആശാൻ തപസ്സിങ് ആണെന്ന് തോന്നുന്നു. ഇതാണ് സെക്കൻഡ് ആക്ടിവിറ്റി. ഡാഡി ഇവിടെ എത്തിയപ്പം താഴെ ഇറങ്ങി, പക്ഷെ കളിക്കണില്ല. ഗോഡ്വിൻ is trying hard. Not interested. ഡാഡി ഇങ്ങോട്ട് പോവാം. Mission failed again. വീഴരുത്. എത്ര ടൈം വേണേലും ഇങ്ങനെ ഇരിക്കാൻ തോന്നും. നമ്മള് സ്നാക്ക് ബ്രേക്ക്. Are you hungry? Very hungry. What do you have to eat? What? What do you have to eat? I don't have to eat anything. But you are eating something. You asked me what you have to eat. I don't have to eat anything. If you ask me what I have to eat, I wish I could eat biryani. Know what? Where is Daddy? If you ask me what are you eating, then probably I would say I'm having some biscuits, which is called cheddas, mini cheddas. അങ്ങനെ ഞങ്ങൾ കാഴ്ചയും കണ്ടിരിക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് സൈഡ് വേറൊരു ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടത്. ഒരു വൈറ്റ് പീക്കോക്ക് പോലെ തോന്നിപ്പിക്കുന്ന ഒരു പക്ഷി. ഫോണിൽ നന്നായിട്ട് കാണുന്നില്ല ആ പൂ. And this is the third activity, guys. ഇതിനകത്ത് കിടക്കുന്ന ബോള് ആ ചേട്ടൻ കുറച്ച് നമുക്ക് എടുത്തു തന്നു. ഞാൻ അപ്പുറത്ത് നിന്ന് ബോൾ എടുത്തു തരാന്ന്. ഡാഡിക്ക് ഇപ്പോഴാണ് ഗൈസ് എനർജി വന്നത്. ആൻഡ് ഹീസ് റണ്ണിങ് ലൈക്ക് എനിത്തിങ്. ഡാഡിക്ക് ബോൾസ് അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടം അല്ലേ?
It's a beautiful garden though. He's waiting for mama now. നേരത്തെ എന്നെ ഇറക്കി വിട്ടവനാണ്. ഇപ്പം ഞാൻ വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നുണ്ട്. Govindas, please help this boy to sit there. അയ്യോ എൻ്റെ കാല് എന്നെ ചവിട്ടി വെച്ചേക്കുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു മരം കണ്ടു, തല മുണ്ടനം ചെയ്ത മരം. മരിച്ചു പോയ മരം. Daddy, no, you may fall. Hold on. Just one sec, darling. ഇടിമിന്നലേറ്റാണ് 140 നമ്മുടെ ഈ പാവം മരം ഇങ്ങനെ ആയത്. 140 വർഷം കണ്ടോ എന്തല്ലേ. അയ്യോ, where is daddy by the way? Daddy, where are you? Have you seen the tree here? What's that tree? This tree is standing there. എവിടെ? ഇവിടെ അല്ല, അവിടെ. അങ്ങനെ നമ്മൾ 4th ആക്ടിവിറ്റിയിലോട്ട് വന്നു. ഇത് സംതിങ് ദാറ്റ് വി നീഡ് ടു സ്മെൽ ആൻഡ് ഫിഗർ ഔട്ട്. അങ്ങനെ മണത്തി കണ്ടുപിടിക്കേണ്ട ഒരു ഗെയിമാണ്. ഡാരി ആദ്യം പോയി നിന്നു. പിന്നെ അവൻ എന്താണ് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടാഞ്ഞിട്ട് അവൻ തിരിച്ച് അതേപടി വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും അടുത്ത സ്ഥലത്തോട്ട് പോവാം. എവിടെ തിരിഞ്ഞാലും നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുന്ന രീതിക്കുള്ള വ്യൂസാണ്. ഈ പണ്ടത്തെ വാൾപേപ്പറിലും പിക്ചേഴ്സിലും ഒക്കെ കണ്ടിട്ടുള്ള ആ വ്യൂസൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴുള്ള ഫീല്, അതാണ് ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയത്. എനിക്ക് ഒറ്റ കൈയേ ഉള്ളൂ. ആൻഡ് ഇതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി. ഈസ്റ്റർ മൺഡേ ആയതുകൊണ്ട് ഈസ്റ്റർ സ്പെഷ്യൽ ആക്ടിവിറ്റീസാണ്. ഇത് സാധാരണ ദിവസങ്ങളിൽ പോകുമ്പോൾ കാണണമെന്നില്ല. ഓരോ ആക്ടിവിറ്റീസും എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ള കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ ഓരോ ആക്ടിവിറ്റീസിൻ്റെ മുമ്പും ഇങ്ങനെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ആക്ടിവിറ്റീസ് കഴിഞ്ഞാൽ എടുത്ത സാധനങ്ങൾ അതാത് സ്ഥലത്ത് തിരിച്ചു വെക്കാനും പ്രത്യേകം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. You put it on the egg. Put it on the one next to Maddie's one. Or you put it on that one as well. കമ്പെടുക്കാൻ നോക്കുന്നു. അവന് പറഞ്ഞു കൊടുക്ക്. നമ്മൾ ആ ആക്ടിവിറ്റി കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. കളിച്ചു തരുന്ന ഡാരി. Oh my god. Thank you baby. നേരത്തെ ഇറക്കി വിട്ടവനാണേ. And look at the view guys. Oh wow. Beautiful. അവനെ നോക്കിക്കോ.
എൻ്റെ ഫോണിൽ ഈ ഫീച്ചർ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇപ്പോൾ സിംഗിൾ ഹാൻഡിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ സൂം ചെയ്യണമെങ്കിൽ അല്ല സൂം ചെയ്യണമെങ്കിൽ ഓയ്യോ അങ്ങനെയല്ല വേണ്ട. ആക്ടിവിറ്റിയിലോട്ട് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ചാക്കിൽ കയറി ബണ്ണി ഓട്ടം ആണ് ഗൈസ്. അതുകൊണ്ട് ഇവിടെ ആരെയും കാണാനില്ല. ഇത് പിള്ളേരുടെ ആക്ടിവിറ്റി ആയതുകൊണ്ട്. ഗോൾഡൻ ഡാസ്, ഡു യു വാണ്ട് ട്രൈ? ഇവിടെ ഉണ്ട് രണ്ടുപേര്. ഇതൊരു ചെറിയ പ്ലേ ഏരിയ ഉണ്ട് ഗൈസ്. നമുക്ക് പോയി നോക്കിയാലോ? ഇറ്റ്സ് ലൈക്ക് എ ഹട്ട്. How do trains eat? ചിക് 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 ചിക്. They chuchu. Chuchu. അങ്ങനെ അതന്നെയല്ല ഞാനും പറഞ്ഞത്. ഡാഡി ട്രെയിനിലാണ് ഗായ്സ്. What are you doing here, baby? Hello. Where is my baby? Oh wow, where are you? ഈ സമയമായപ്പോഴത്തേക്കും നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം പിന്നെ ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് തിരിച്ചു പോകാം എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് വേറൊരു സ്റ്റണ്ണിങ് വ്യൂ കണ്ടത് ഗായ്സ്. ലുക്ക് അറ്റ് ദിസ്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല, പക്ഷെ അതിങ്ങനെ മയിൽപ്പീലിയൊക്കെ വിടർത്തി ഇങ്ങനെ നിൽക്കുക. അത് എത്ര സമയം നിന്നു എന്ന് എനിക്കറിയില്ല. ഒത്തിരി സമയം. അതിന് ചുറ്റും ആൾക്കാരാണ്, പക്ഷെ എന്നാലും അതിങ്ങനെ എല്ലാവരും കാണട്ടെ എന്ന രീതിക്ക് അതിങ്ങനെ നിൽക്കുക. കുറേ നേരം ആ ഭംഗി ആസ്വദിച്ച് കുറച്ച് സമയം കൂടി അവിടെ നിന്നു. വിശപ്പ് ഒട്ടും സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അപ്പോൾ ശരി, ഇന്നത്തെ ദിവസം ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഇറങ്ങാമെന്ന് തീരുമാനിക്കുകയാണ്. ഡാരിക്കാണെങ്കിൽ എന്നാൽ ഒട്ടും വരാൻ മനസ്സില്ലാത്തതുപോലെ അവൻ അവിടെ എൻഗേജ്ഡ് ആയിട്ട് ഇങ്ങനെ കളിച്ച് നടക്കുവാണ്. അവന് വേണ്ടി കുറച്ചുകൂടി സമയം നമ്മൾ ഷെഫീൽഡ് പാർക്കിൽ ചെലവഴിച്ചു. കുട്ടികളെ കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് എൻഗേജ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണ്. ഈസ്റ്റർ മൺഡേ ആയതുകൊണ്ട് തന്നെ ഈസ്റ്റർ സ്പെഷ്യൽ കുറേ ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. എന്തായാലും വന്നത് തികച്ചും നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്ക് തന്നത്. ഈസ്റ്റർ എഗ്ഗാണ് സമ്മാനമായി ഡാരിക്ക് കിട്ടിയത്. ആൻഡ് ഇന്നത്തെ ബ്യൂട്ടിഫുൾ ഡേ ഇവിടെ എൻ്റെ ആണ്. സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം.